ആ നീ ഇവിടെ ഇരിക്കായിരുന്നാ? പാറു ഇവിടെ? അറിയാൻ പാടില്ല ചേട്ടൻ റൂമിലെങ്ങനെ കാണും. റൂമിലെങ്ങനെ കാണുമെന്നാ? അവളുടെ കാര്യം മൊത്തം അന്വേഷിച്ചെടുക്കാനാണെങ്കിലേ അവളുടെ 24 മണിക്കൂർ അവളുടെ പുറകെ നടക്കണം. എന്നെ കൊണ്ട് പറ്റൂല. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അവളുടെ പുറകെ നടക്കാനല്ലല്ലോ. നിനക്ക് എന്തെന്ന് വെച്ചേ? ചായട്ടാ? ഇല്ല. അതെന്തിടാഞ്ഞത്? ഞാൻ തന്നെ ചായണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചായ ഇട്ടില്ല. ഓ അങ്ങനെ. നീ തന്നെ ചായണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നോട് ഞാൻ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കാറില്ലല്ലോ. നീ അടുക്കള കയറണമെന്ന് ഞാൻ പറയാറുണ്ടോ? ഇല്ലല്ലോ. അതെന്താ അമ്മ എനിക്ക് ഒരുമാതിരി ഔദാര്യം തരണ പോലെ സംസാരിക്കുന്നത്? ഒരുമാതിരി മര്യാദയിലാണ്ട് സംസാരിക്കല്ലേ കേട്ടാ. നിങ്ങൾ വലുതായി കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചേ മനുഷ്യനെ തലേ കയറാൻ നിൽക്കല്ലേ. ഞാനങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അമ്മ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ വന്ന് അമ്മേനെ സഹായിക്കാം, സഹോദരങ്ങളെ കാണാം, അച്ഛനെ കാണാന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഞാനാണ് വിഡ്ഢി. നിനക്ക് എന്തോന്ന് ലച്ചു? കുഴിപ്പള്ളത്ത് ആരോട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവിടെ എന്ത് പ്രശ്നം? അവരൊന്നും ഡബിൾ ക്യാരക്ടർ ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ, അവർക്കൊക്കെ ഒറ്റ സ്വഭാവമുള്ളൂ. സിദ്ധു തന്നെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? സിദ്ധു വിളിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഇനിയിപ്പോ സിദ്ധു വിളിച്ചാലും ഇവിടെ ഉള്ളവരെ പോലെ ഓരോന്ന് വിളിച്ച് പറയാറൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. മിനിറ്റിന് സ്വഭാവം മാറുന്ന ആൾക്കാരാണല്ലോ. അമ്മ എത്തിയാ? ഞാൻ പിന്നെ ഇങ്ങോട്ടല്ലാണ്ട് വേറെ അവിടെ എത്താനാ? വേറെ എല്ലാം പോകാനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വേറെ പോവാണെങ്കിൽ നന്നായിരുന്നു. എന്താ പറ്റി? വന്ന് കയറിയ പലരെ മോഹം കാണാൻ എന്നെ കൊണ്ട് വയ്യ മോനെ. അല്ല അപ്പൊ എന്താ കാര്യം? എന്ത്? അച്ഛനെവിടെയാടാ? അച്ഛൻ വീട്ടിൽ വന്നിട്ട് അമ്മച്ചയുടെ ചായക്കടയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നിന്റെ അച്ഛനെ ഇവിടെ അങ്ങനെ അടങ്ങിയിരുന്നൂടെ? വന്ന് കയറി ഉടനെ ജംഗ്ഷൻ അമ്മച്ചിയുടെ ചായക്കട എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. അച്ഛനെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. നീ അതെന്താ? അച്ഛനെ തുമ്പിയെ പോലെ പാറി പറന്ന് നടന്നുകൊണ്ടേയിരിക്കും. പേരേ ബാലേന്ദ്രൻ തുമ്പിന്നാണല്ലോ, പറക്കും. അച്ഛൻ എത്ര പറന്ന് കിടന്നാലും എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും അച്ഛന്റെ മനസ്സിന് എല്ലാരോടും സ്നേഹമൊക്കെ ഉണ്ട്. ഓ സമ്മതിച്ച്. നമുക്ക് ഇവിടെ ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. ഇവിടെ എന്തോന്നത്? ഡേ ഇവിടെ ഒക്കെ വന്ന് കയറിയപ്പോഴേ ശ്രദ്ധിച്ചാട്ടോ, ഇനി ഒരു കടന്തൽ കുത്തിയോലെ മുഖമൊക്കെ വീർത്തിരിക്കണത്. എന്റെ മുഖം ഇങ്ങനെ കടന്നാലും കുത്തി പോലെ തന്നെ ഇരിക്കുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മനസ്സിൽ ഓരോന്നും വെച്ച് സംസാരിക്കില്ല ഏട്ടാ. എന്തെങ്കിലും തുറന്നു പറ, എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. ഞാൻ മനസ്സിൽ വെച്ചൊന്നും സംസാരിക്കാറൊന്നുമില്ല. എനിക്ക് പഴയത്തെ അമ്മൂമ്മയുടെ സ്വഭാവമാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഉടനെ മുഖത്ത് നോക്കി പറയും. ഇത് വേറെ ലെവലിൽ നിൽക്കുകയാണ്. സംസാരിക്കാൻ നിന്നാലേ കൈക്ക് പണിയാവും. അതിൽ എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അമ്മയല്ലേ ഇങ്ങോട്ട് മിണ്ടാൻ വന്നത്, അല്ലാതെ ഞാനല്ലല്ലോ. മോളെ ലച്ചു, എന്താ പ്രശ്നം? കാര്യം പറ. എന്തെങ്കിലും പറഞ്ഞ് പരിഹരിച്ച് സംസാരിച്ച് തീർക്കാം. റോട്ടിൽ വെച്ച് ആരെങ്കിലും ചേട്ടൻ മുഖത്ത് നോക്കി കൊങ്കനം കുത്തി കഴിഞ്ഞാൽ ഉടനെ അമ്മയടുത്ത് വന്ന് പരാതി പറയുന്ന ആളാണ്. പരിഹാരം കണ്ടെത്താൻ പോകുന്നത് പോയേട്ടെ. ഓരോ ദിവസം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചടക്കുന്ന ഒരാളാണത് ഇപ്പൊ പോയത്. ഇന്ന് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. തുടങ്ങട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ഇവളുടെയൊക്കെ പുറയാണ് എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ കൂട്ടണം. എന്തിനാ? ഓ എന്താ വിളിച്ചേട്ടില്ലേ? വിളിച്ചു കേട്ടു, അതുകൊണ്ടല്ലേ വന്നേ. അല്ല നീലുവിനെ വിളിച്ചേട്ടില്ലെന്ന്. അതിനച്ഛൻ അമ്മേനല്ലേ വിളിച്ച, ഞാൻ എന്തിനാ റെസ്പോണ്ട് ചെയ്യണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ റെസ്പോണ്ട് ചെയ്യുമല്ലോ. ഇപ്പൊ എന്ത്? മനുഷ്യന്റെ കാര്യമല്ലേ, പലപ്പോഴും പല സ്വഭാവമായിരിക്കും. എന്താണ് കുഴിപ്പള്ളത്ത് പോയിട്ട് വന്നതിന് ശേഷം സംസാരത്തിനൊരു മാറ്റം? കുഴിപ്പള്ളത്തെ മതയാത്ത കൂടിയാ? എന്തോന്ന് വെച്ചാ ഞാൻ ഒരു കാര്യമില്ലാത്ത പുറത്തോട്ട് വെറുതെ പോയതല്ലേ, പിന്നെ എന്തിനാ വിളിച്ചു വെറുതെ ദേഷ്യം പിടിപ്പിക്കണേ? നീ എന്തോന്നടേ? അതിനു വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോന്ന് ഈ വിളിച്ച വിളി നീ കേട്ടില്ലേ? നീ ആയിട്ട് അവരത് പറയാത്തത് മനപ്പുറം വരാഞ്ഞത് അത് വരാൻ പറ്റില്ല. എന്തോന്ന് എല്ലാം കയറി തിരിഞ്ഞിരിക്കണല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ അതേപോലെ ജോലി കഴിഞ്ഞ് മര്യാദക്കൂടെ തിരിച്ചു വരാറുണ്ട്. ഇവിടെ ഓരോരുത്തർ പുറത്തേക്ക് പോകണ സ്വഭാവം പോലെ തിരിച്ചു വരുമ്പോൾ. ഞാൻ രാവിലെ ഇവിടുന്ന് പോയാലോ എന്നെ തിരിച്ചു വന്നത്. എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? പിന്നെ നീ ആരെ പറ്റി പറയുന്നത്? ഓ ലച്ചുവാണ് ഇഞ്ചി അടിച്ച പോലെ ഇരിക്കണല്ലേ, പണങ്ങി മാറിയിരിക്കണത്. എന്ത് ലച്ചുക്കളാ? എന്ത് പറ്റി? ഓ ഞാൻ കുറെ ചോദിക്കുമ്പോൾ മര്യാദക്ക് ഉത്തരം തേർത്തുന്നത്. വെറുതെ പേടിപ്പിച്ചങ്ങ് എന്താ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവല്ലേ വെളിവില്ലാതെ. ഓ കുഴിപ്പള്ളത്തമ്മ ദൂരെ എവിടെയെങ്കിലും കല്യാണത്തിന് വേണ്ടി പ്ലാൻ ഇട്ടായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ബന്ധു വിട്ട് ചെന്ന് കുറേ നാൾ നിൽക്കാനായിരിക്കും തന്നെ. കുഴിപ്പള്ളത്തമ്മ അങ്ങനെ വല്ല പ്ലാൻ ഇടുകയാണെങ്കിൽ ഞാൻ കൂടെ പോയേനെ. പാവം എന്നെ എന്തോരം വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ ഒന്നിനും പോയിട്ടില്ല. എന്തുകൊണ്ടാ പോവാതെ? ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇനിയിപ്പോ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല പോണേന്. അച്ഛാ, ഈ പഴയ ആൾക്കാരൊക്കെ പറയാറില്ലേ, ശരിക്കും സ്നേഹമുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കുമെന്ന്. അത് കറക്റ്റാണ്. സ്നേഹമുള്ള സ്ഥലം തിരിച്ചറിഞ്ഞല്ലേ, അങ്ങോട്ട് ചെല്ല്. സ്നേഹമുള്ള സ്ഥലത്തോട്ട് പോട്ടാ. കുറെ നേരെ കിടന്ന് തുടങ്ങിയിട്ട് എന്താ ചോദിച്ചാൽ പറയത്തൂല്ല. കിടന്ന് ചുമ്മാ കിടന്ന് വള. ചേട്ടൻ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്? ഞാൻ ചേട്ടൻ എന്തെങ്കിലും പറയാൻ വന്നാ എന്തിനാ നമ്മൾ വെറുതെ ഓരോന്നൊക്കെ സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കണേ? ആരെ പറഞ്ഞാലും ആവശ്യത്തിന് പറയണം.
ഇത് കുറച്ച് കൂടുന്നുണ്ട്. ഇത് വേറൊന്നുമല്ലടാ, അമ്മായിയമ്മയെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും പെറ്റമ്മയെ കണ്ടപ്പോൾ പിടിക്കണില്ല, അത് എൻ്റെ കാര്യം. ഞാനേ പോന്ന്. എന്താ അച്ഛാ? എന്തുണ്ടെങ്കിലും അച്ഛനടുത്ത് പറ. നമ്മളെല്ലാം പരസ്പരം തുറന്നു പറഞ്ഞവരല്ലേ, പറ. അച്ഛാ വേറൊന്നും അല്ല അച്ഛാ, നമ്മളിപ്പോ എന്തിനും എതിരും പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ പേരല്ലേ പറയുള്ളൂ. പക്ഷെ ആ സ്നേഹം തിരിച്ച് നമ്മുടെ അടുത്ത് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ വിഷമത്തിൽ നിന്നുണ്ടായ ചെറിയൊരു ദേഷ്യം. ഇപ്പൊ ഇത്രയും പറഞ്ഞെന്നും പറഞ്ഞ് ആരും എന്നെ തല്ലിക്കൊല്ലാനൊന്നും വരണ്ട, ഞാൻ പോന്ന്. എന്തോ പറ്റിയത്? എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, ഭയങ്കര ഡയലോഗൊക്കെയാണല്ലോ. നീ പാറുമായിട്ട് പ്രശ്നം ഉണ്ടായ എന്തോന്നും അവര് പറയണത്? അല്ല, അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. വന്നു ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കൊച്ചി വിഷമിച്ചിറങ്ങുന്ന കാര്യം അറിഞ്ഞാ ഇവിടെ ഞാൻ കുട്ടിച്ചുറക്കും. എൻ്റെ മക്കളെ എനിക്ക് പലതും പറയാം, പക്ഷെ വേറെ ആരെങ്കിലും അവളെ പറയുന്നറിഞ്ഞാ റെഡിയാക്കി കഴിഞ്ഞാൽ അതിന് എനിക്ക് കുഴിപ്പുള്ള പൊട്ടലൊന്നും പ്രശ്നമല്ല, ഞാൻ വരും. പടവലത്തെ കയറി പിടിച്ചിട്ടുണ്ട്, പോണേ നല്ലത്. അല്ലെങ്കിൽ വേണമെങ്കിൽ വെട്ടിയരിഞ്ഞ് വല്ല സാമ്പാറോ അവിയലൊക്കെ ആക്കി കളയും.